അങ്ങനെ നിലമ്പൂർ എക്സ്പ്രസിൽ ആരൊക്കെയാണുള്ളത് എന്നത് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നു. പ്രചാരണത്തിന് 2 ആഴ്ച മാത്രമാണ് ഇനി ബാക്കി. നിലമ്പൂരിൽ മത്സര ചിത്രം തെളിഞ്ഞു. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചപ്പോൾ 10 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. PV അൻവറിന് കത്രിക ചിഹ്നമാണ് അനുവദിച്ചിരിക്കുന്നത്. അൻവറിന്റെ അപരനടക്കം 4 പേർ പത്രിക പിൻവലിച്ചു. തീ പാറും പോരാട്ടത്തിന് നിലമ്പൂർ സാക്ഷ്യം വഹിക്കാൻ പോകുമ്പോൾ എന്തൊക്കെയാണ് അവിടുത്തെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ രാഷ്ട്രീയമായി എന്ന് നമുക്ക് പരിശോധിക്കാം. ആർ റോഷിപാൽ നിലമ്പൂരിൽ നിന്ന് തത്സമയം. ഗുഡ് ഈവനിംഗ് ആർ റോഷിപാൽ. നിലമ്പൂരിൽ സ്ഥാനാർത്ഥികൾ ആരൊക്കെയെന്ന് വ്യക്തമായി. PV അൻവറിന് മാത്രമായിരുന്നു അപരനുണ്ടായിരുന്നത്. അൻവർ സാദത്ത് അടക്കം ആരൊക്കെ പത്രിക പിൻവലിച്ചു? എങ്ങനെയാണ് മത്സര ചിത്രം? സുജയ പാർവതി, അവസാന നിമിഷമെങ്കിലും PV അൻവർ പത്രിക പിൻവലിക്കുമെന്ന പ്രതീക്ഷ പല കോണുകളിലും ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷകളൊക്കെ തിരിച്ച് PV അൻവർ സ്ഥാനാർത്ഥിയായി തുടരുന്നു. 4 പേർ പത്രിക പിൻവലിച്ചു. ഇന്നത്തെ ദിവസം, ഇന്ന് അവസാന ദിവസമാണ് പത്രിക പിൻവലിക്കാനുള്ളത്. ഇനി 10 പേർ മാത്രമാണ് മത്സരരംഗത്തുള്ളത്. 10 സ്ഥാനാർത്ഥികൾ, അതിൽ 4 പ്രധാന സ്ഥാനാർത്ഥികളാണ്. UDF, LDF, NDA, പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണയുള്ള PV അൻവർ. അങ്ങനെയാണ് 4 സ്ഥാനാർത്ഥികൾ. ഏതായാലും ഇനി പരസ്യ പ്രചാരണത്തിന് 12 ദിവസം മാത്രമാണ്. ഈ മാസം 19-നാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 23-ന് വോട്ടെണ്ണൽ നടക്കും. എല്ലാം സജ്ജമായി കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും അവർ തയ്യാറെടുത്തു കഴിഞ്ഞു. എല്ലാം ഒരുങ്ങി. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രചാരണം അടുത്ത ദിവസങ്ങളോടെ കൂടുതൽ സജീവമാക്കും. പൊതുപ്രചാരണം ഒരു ഭാഗത്ത് സജീവമായി നടക്കുന്നു. ഇന്ന് BJPയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഒരു ഭാഗത്ത് നടക്കുന്നത്. എല്ലാവരും പ്രചാരണ രംഗത്തുണ്ട്. പെരുന്നാൾ കഴിഞ്ഞാൽ തൊട്ടു പിറ്റേന്ന് മുതൽ ആ പ്രചാരണത്തിന് കൊഴുപ്പേകും എന്ന് തന്നെയാണ് നമുക്ക് ഓരോ ക്യാമ്പുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. സുജയ. നമുക്കപ്പോൾ ഈ മഴക്കാലത്തൊരു തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് നിലമ്പൂർ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്.